നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. പല ആളുകളുടെയും താടിയുടെ ഈ താഴെയുള്ള ഭാഗം ഇങ്ങനെ വല്ലാതെ തൂങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റില്ല. ഡബിൾ ചിൻ എന്ന് നമ്മളതിന് പറയാറുണ്ട്. ചില ആളുകളിൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ആളുകൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിന് കുറയ്ക്കാനായിട്ട് പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് നിങ്ങളിങ്ങനെ ഇരിക്കുക. ശേഷം നമ്മുടെ ഈ താടി ഉണ്ടല്ലോ, താടിയുടെ അടിയിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് വായ തുറന്നതിന് ശേഷം ഈ താടി മുന്നോട്ടേക്ക് പിന്നോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ മുന്നോട്ടേക്ക് പിന്നോട്ടേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മുതൽ 25 കൗണ്ട് വരെ നിങ്ങൾ ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. സൈഡിലൂടെ നിങ്ങൾക്ക് വ്യൂ കിട്ടും. ഇങ്ങനെ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഈ ഒരു താടിയുടെ ഭാഗം ഇങ്ങനെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു എക്സസൈസ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, വായ നമ്മുടെ ഒരു ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു ഓ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. ഇതും നിങ്ങളത് റിപ്പീറ്റ് ചെയ്യേണ്ടത് ഒരു 20 മുതൽ 25 വട്ടം വരെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ചെയ്യേണ്ടത് സിമ്പിളാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നമ്മുടെ ചുണ്ടുകൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ടൊരു ഓവൽ ഷേപ്പിലേക്ക് ആക്കുക. എന്നിട്ട് ഓ ഷേപ്പിലേക്ക് ഇതേപോലെ വായ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഒരു ഓ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. സെയിം ഇതേപോലെ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ ഒരു മസിൽസിൻ്റെ ഇവിടെ നന്നായിട്ട് അത് ഒന്ന് ആക്റ്റീവ് ആവും, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെയിം റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ നോക്കുക. ഇനി മൂന്നാമത്തെയാണ്, നിങ്ങൾ നിവർന്നിരുന്നതിന് ശേഷം നമ്മുടെ ഈ കൈപ്പത്തി ഉണ്ടല്ലോ, ഈ കൈപ്പത്തിയുടെ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ ഈ നെറ്റിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെറ്റിയിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ താടി ഭാഗം ഉണ്ടല്ലോ, താടി ഭാഗം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നത്, കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പിന്നിലേക്ക് പ്രഷർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പിന്നിലേക്ക് പ്രഷർ കൊടുക്കുക. ഇതേപോലെ കാണാൻ പറ്റുമെന്ന് തോന്നുകയാണ്. ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ പ്രഷർ ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ റിലാക്സ് ആക്കുക. വീണ്ടും പ്രഷർ ചെയ്യുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് ഒരു 5 വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നാലാമത്തെ എക്സസൈസ് ആണ്, നമ്മൾ ഫ്രണ്ടിൽ കൈപ്പത്തി കൊണ്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ 2 കൈകൾ കൊണ്ട് നമ്മൾ ബാക്കിൽ ഇതേപോലെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ബാക്കിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം സെയിം നമ്മുടെ കഴുത്ത്, നമ്മുടെ തല പിന്നിലോട്ട് ഇങ്ങനെ പ്രഷർ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കൈ ഇങ്ങനെ വെക്കുക, തല പിന്നിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ച് ചെയ്തിട്ട് എഗെയിൻ നിങ്ങളൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ പിന്നിൽ വെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഈ താടിയിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, മസിൽസ് കുറച്ചൊന്ന് വലിയാണ് ചെയ്യുക. അതായത് ഒന്ന് സ്ട്രെച്ച് ആവാണ് ചെയ്യുക. ഇത് സ്ട്രെച്ച് ആകുന്നതിലൂടെ പതുക്കെ കൊടുത്ത് മസിൽസ് ടൈറ്റ് ആകാനും ഈ ഡബിൾ ചിൻ നന്നായിട്ട് കുറയാനും സാധിക്കും. എഗെയിൻ ഒരു ദിവസം കൊണ്ടല്ലാട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് വരുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ നാലാമത്തെ സ്ട്രെച്ചിങ് ചെയ്യേണ്ടത് നമ്മളൊരു 3 വട്ടം മുതൽ 5 വട്ടം വരെ റിപ്പീറ്റ് ചെയ്യുക. 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാനും കൂടി നിങ്ങൾ നോക്കും. ഇനി അവസാനത്തെ എക്സസൈസ് ആണ്, നിവർന്നിരുന്നതിന് ശേഷം നമ്മുടെ തല ഉണ്ടല്ലോ പിന്നിലോട്ട് ഇങ്ങനെ താഴ്ത്തിയതിന് ശേഷം വായ ജസ്റ്റ് ഒന്ന് തുറക്കുക. വായ ജസ്റ്റ് തുറന്നിട്ട് നമ്മുടെ ചുണ്ടുകൾ പരസ്പരം പതുക്കൊന്ന് മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. താടി കൊണ്ട് പ്രഷർ കൊടുത്തിട്ട് മുട്ടിക്കരുത്, അല്ലാതെ ചുണ്ടിങ്ങനെ പതുക്കെ ഇങ്ങനെ മുട്ടിക്കാനായിട്ട് നോക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക. അതായത് തല പിന്നിലോട്ട് ഇങ്ങനെ താഴ്ത്തുക, ശേഷം വായ ജസ്റ്റ് ഒന്ന് തുറക്കുക. എന്നിട്ട് ചുണ്ടുകൊണ്ട് പതുക്കെ ചുണ്ടുകൾ തമ്മിൽ പതുക്കൊന്ന് മുട്ടിക്കാനായിട്ട് കൂടി നോക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എഗെയിൻ ഇതൊരു 10 കൗണ്ട് 15 കൗണ്ടായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സസൈസ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ഡെയിലി ആയിട്ട് ചെയ്തു വരാനായിട്ട് നോക്കുക. പതുക്കെ റിസൾട്ട് കിട്ടി വരുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 വട്ടം 3 വട്ടമായിട്ട് ചെയ്യുക. പിന്നെ പതുക്കെ ആഴ്ചയിൽ 1 വട്ടമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടി നിങ്ങൾ നോക്കുക.
ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ പോസ്ചർ നിങ്ങൾ മാനേജ് ചെയ്യണം കേട്ടോ. കാരണം പലരും ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൂടെയും ഡബിൾ ചിഹ്നം, ബാഡ് പോസ്ചറിലൂടെയാണ് കൂടുതലും ഡബിൾ ചിഹ്നിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുക. അപ്പോൾ പോസ്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മുഖത്ത് പെട്ടെന്ന് ചുളിവ് വരാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് നോക്കുക. ലാപ്ടോപ്പിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ വെച്ച് നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലും കൂടി വെച്ചിട്ട് വർക്ക് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.